ഈ ചിക്കൻ റോസ്റ്റിന് എളുപ്പത്തിലുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ളി വഴറ്റാനോ ഫ്രൈ ചെയ്യാനോ ഒന്നും സമയം കളഞ്ഞില്ല. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാതെ ഒന്നങ്ങ് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ 1/4 കപ്പ് സവാള കൊത്തിയരിഞ്ഞതും കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ 10-12 കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളകൊക്കെ ഇടുമ്പോൾ എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരച്ചെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ തന്നെ ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഉണ്ടാവും. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് തുറന്ന് വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാവും.